ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹലോ, ഹായ്. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് ബിരിയാണിയുടെ പരിപാടിയൊക്കെ. ഇത് മനോഹരൻ സ്പെഷ്യലിസ്റ്റാണ് ബിരിയാണിയുടെ. ഇതാണ് വിനോദ്, കടൽമാട് വിനോദ്, ബിരിയാണി വിനോദ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ പരിപാടിയും ചെയ്യും. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു വിനോദമാണ്. ഹെൽപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. പുള്ളിയും ബിരിയാണിയുടെ ആശാനാണ്. ഇതാണ് ബിരിയാണി ചെമ്പെന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഇതാണ് കണ്ട ബിരിയാണി അങ്ങനെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയ പരിപാടി? ഇന്നലെ വന്നാണോ? ഇന്നലെ എന്ന് പറഞ്ഞോ? വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കി. എന്നിട്ട് ഇന്ന് രാവിലത്തേക്ക് എപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങിയ പരിപാടി? 7 മണിക്ക്. ഈ ബിരിയാണിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കൂട്ട് പരിപാടികൾ? ബിരിയാണിയുടെ അരി ഏതാണ്? കൈമ റൈസ്. അപ്പോൾ ഒരാൾക്ക് 100 പേർക്ക് നമുക്ക് എത്ര വേണ്ടി വരും? 5 കിലോ അരി. 15 കിലോ അരിയാണ് വേണ്ടത്. പിന്നെ കോഴിക്കിപ്പോൾ വില കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 100 പേർക്ക് നമുക്ക് എത്ര കിലോ വേണ്ടി വരും? അരി 15 കിലോ, പിന്നെ ചിക്കൻ 22 കിലോ വേണ്ടി വരും. അപ്പം നിങ്ങളിത് കുറേ നാളായി തുടങ്ങിയിട്ട് പരിപാടികളൊക്കെ? 15 വർഷം. അപ്പോൾ വൈകുന്നേരം വരും, വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് രാവിലത്തേക്ക് ഒരു 12 മണിക്ക് വരെ കൊടുക്കണമെങ്കിൽ എത്ര മണിക്ക് തുടങ്ങേണ്ടി വരും? തലേദിവസം കോഴി പൊരിച്ചു വെക്കും. അപ്പോൾ വെള്ളം കുടിക്കാം. അപ്പം നമ്മളിവിടെ ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവർക്ക്. അവർ രാവിലെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും എല്ലാവരും സഹകരിക്കും. അപ്പം നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിയാണ്. നമ്മുടെ ഇത് ഹൗസ് വാമിയുടെ നടത്തുന്ന പിന്നെ സഹോദരനാണ്. അപ്പം ബിരിയാണിക്ക് വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം കേട്ടോ. അപ്പം നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കട്ടെ. ശരി. മധുര, എന്തൊക്കെയുണ്ട് വിശേഷം? പാല് കാച്ചലൊക്കെ കഴിഞ്ഞാ? കാച്ചിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ കൊടുത്തില്ല? അത് ശരി. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കിച്ചണാണ് കേട്ടോ. അല്ല, പിന്നെ പാട്ടൊന്നും ഇല്ലെന്ന്? ഇത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ കിച്ചണാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പോഴെത്തിയ? ഒരു വീഡിയോ എടുക്കാനോ? എന്നാ നമ്മള് ബീഹാറിൽ നിന്ന് വന്നിട്ട് കുറച്ചാളായി. ഇവിടെ കോഴിക്കോടാ. ബിന്ദു ഇരിക്കല്ല, ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അയൽവക്കംകാരുണ്ട് കേട്ടോ, ഫ്രണ്ടിൻ്റെ. ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കുമ്പോൾ നല്ല കാര്യമായിരിക്കും. കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ ചിരിക്കണം. ഇതൊരു റൂമാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് ഇരിക്കുക. കഴിച്ചില്ല? എന്നാൽ ആയിക്കോട്ടെ, നമുക്ക് കഴിക്കാം. അല്ല, ബിരിയാണി തിന്നിട്ടുള്ള ചിരിയാണോ അതോ ബിരിയാണിക്ക് മുമ്പുള്ള തിന്നാനുള്ള ചിരിയാ? അത് ശരി, ആയിക്കോട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? ആങ്ങളൊക്കെ അങ്ങനെ ഒരു വീടായില്ലേ? അങ്ങനെ വേണ്ട. ഇരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടില്ല. യോണിച്ച, ഇതാണ് നമ്മുടെ വീടിൻ്റെ കുടുംബനാഥൻ കേട്ടോ. ഇന്ന് ഹൗസ് വാമി നടത്തുന്ന വീടിൻ്റെ കുടുംബനാഥനാണ്. ജോണിയാണ് പേര്. അപ്പം ജോണി അങ്ങനെ ഒരു കുടുംബം, നമ്മുടെ ഒരു വീട് ഉണ്ടാക്കി അതിനെ സാക്ഷാത്കരിക്കുകയാണ്. വീടിൻ്റെ യോണിച്ച എത്ര നാളായി വീടിൻ്റെ പണി തുടങ്ങിയിട്ട്? 1 വർഷമായി.
ഞങ്ങളുടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ജോവിഷേ എന്തൊക്കെയുണ്ട്? ലൈവാണ്. ബിരിയാണിയൊക്കെ തിന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഇതങ്ങ് മോളിൽ പോകും കേട്ടോ. ഇത് യൂട്യൂബിൽ കയറും. മെമ്പറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കുറേ നേരമായി വന്നിട്ട്. ഓക്കെ ഗൈസ്.